الله وصحبه أجمعين أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങളില്ലേ, അതൊന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഫെയർ ആയിരിക്കും. ആരെങ്കിലും ഒന്ന് ഇൻഷാ അല്ലാഹ്. ഹലോ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒന്ന് അറിയില്ല ആർക്കും? നമ്മള് കൽക്കലയുടെ നിയമം പഠിച്ചില്ലേ, കുത്തുബ് ജദ്. പഠിച്ചത്. അതെ, കുത്തുബ് ജദ് പഠിച്ചു. ഖാഫ്, ത്വാ, ബ, ജീം, ദാൽ. ഈ അഞ്ചക്ഷരങ്ങള് സുക്കൂനായി വന്നാൽ എന്ത് ചെയ്യണം? അവിടെ ആ ഒരു അക്ഷരത്തെ അതെ പൊട്ടിച്ച് ഉച്ചരിക്കുക, അഥവാ മുഴക്കമുണ്ടാക്കി ഉച്ചരിക്കണമെന്ന് പഠിച്ചു. സുക്കൂനാകുമ്പോൾ മാത്രം. ഫത്ഹ, കസറ, ദമ്മ അവസ്ഥയിൽ എന്താവൂല, ഈ ഒരു നിയമം ബാധകമല്ല. പിന്നീടുള്ളത് എന്താണ്? ഖുർആനിലെ ചില അക്ഷരങ്ങൾ എന്താണ് ഉച്ചാരണമില്ലാത്ത സന്ദർഭങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മള് ഹലോ ഹലോ ഒന്ന് മൈക്ക് വിട്ടാക്കോ. ഹലോ, മൈക്ക് വിട്ടാക്കോ. ഓക്കെ, അതേപോലെയാണ് നമ്മൾ ഉച്ചാരണമില്ലാത്ത അക്ഷരങ്ങൾ പഠിച്ചില്ലേ. ഖുർആനില് ചില അക്ഷരങ്ങള് അതില് പ്രിന്റിങ്ങിലുണ്ടാവും. എഴുതുമ്പോ അക്ഷരങ്ങൾ എഴുതും, എന്നാല് വായിക്കുന്ന സമയത്ത് എന്താവൂല, ആ അക്ഷരത്തെ നമ്മൾ വായിക്കപ്പെടൂല. അത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ പഠിച്ച എന്താണ്, ആ അക്ഷരത്തിന് മുകളിലായി വൃത്താകൃതിയിലുള്ള സുക്കൂൻ. സുക്കൂന് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് റൗണ്ട് ഷേപ്പിലുള്ള സുക്കൂനും ഉണ്ട്, തുറന്ന എന്താണ് വൃത്തം തുറന്ന രൂപത്തിലുള്ള ഒരു സുക്കൂനുമുണ്ട്. അപ്പോ വൃത്താകൃതിയിലുള്ള സുക്കൂനാണ് അക്ഷരത്തിന് മുകളിലെങ്കിൽ ആ അക്ഷരത്തെ നമ്മൾ എന്ത് ചെയ്യും? വായിക്കപ്പെടുകയില്ല, ഉച്ചരിക്കപ്പെടുകയില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. 2-3 പേരൊക്കെ വർക്ക് ചെയ്തു, ബാക്കിയുള്ളവരെ ഇൻഷാ അല്ലാഹ് പെൻഡിങ് ആണ്. ഇൻഷാ അല്ലാഹ് നാളെ ഉള്ളിൽ അയക്കൂലേ ഇൻഷാ അല്ലാഹ് ചെയ്യാൻ ബാക്കിയുള്ളവര് ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ് ചെറിയ അക്ഷരങ്ങൾ. നമുക്ക് അറിയാൻ എളുപ്പമാണ്. ഖുർആന് നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ കണ്ട അക്ഷരമാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കുന്നത്. വാവ്, യാ, അലിഫ്, അഥവാ വാവ്, യാ, അലിഫ്. ഈ മൂന്നക്ഷരങ്ങൾക്ക് പകരമായി, അഥവാ നമ്മൾ നീട്ടാനുള്ള വാവ്, നീട്ടാനുള്ള യാ, നീട്ടാനുള്ള അലിഫ്, ദീർഘത്തിന്റെ 3 അക്ഷരങ്ങൾ അറിയില്ലേ, അഥവാ ഫത്ഹന്റെ അക്ഷരത്തെ നീട്ടാൻ നമ്മൾ അലിഫിനെ ഉപയോഗിക്കുന്നു. അതേപോലെ കെസറുള്ള അക്ഷരങ്ങളെ നമ്മൾ നീട്ടാന് യാ എന്ന അക്ഷരത്തെ ഉപയോഗിക്കുന്നു. ദമ്മുള്ള അക്ഷരങ്ങളെ നമ്മൾ നീട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? വാവ് എന്ന അക്ഷരത്തെ നമ്മൾ ഉപയോഗിക്കുന്നു. എന്നാൽ ഈ 3 അക്ഷരങ്ങൾക്ക് പകരമായി ചെറിയ വാവ്, വാവിന് പകരമായി ചെറിയ വാവും, യാഇന് പകരമായി ചെറിയ യാവും, അലിഫിന് പകരമായി ചെറിയ അലിഫും എന്താവും? ഖുർആനിൽ എഴുതിയിട്ടുണ്ടാകും. ഈ സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ മദ്ദിന്റെ നിയമം എന്താണോ അതു തന്നെയാണ് നമ്മൾ അവിടെയും മദ്ദ് ചെയ്യേണ്ടത്. സാധാരണ മദ്ദിന്റെ നിയമം 2 ഹറക്കത്താണ് നീട്ടേണ്ടത്. അതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ചെറിയ അലിഫ് വന്നാലും, ചെറിയ യാ വന്നാലും, ചെറിയ വാവ് വന്നാലും ഒക്കെ എന്ത് ചെയ്യണം? അവിടെ ആ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നീട്ടേണ്ടത്. 2 ഹറക്കത്ത് നീട്ടിയാൽ മതി. എന്നാൽ ചില സന്ദർഭങ്ങളിൽ എന്ത് വരും? 2-ൽ കൂടുതൽ ഹറക്കത്ത് നീട്ടേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകും, അല്ലെ?
ആ മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ഹംസ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? അതേ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ആ അവിടെ നാല് ഹറക്കത്താണെങ്കിൽ 4 ഹറക്കത്ത് നീട്ടും. 5 ഹറക്കത്താണെങ്കിൽ 5 ഹറക്കത്ത് നമ്മൾ എന്ത് ചെയ്യും? മദ്ദ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഇവിടെ സൂറത്തുൽ ഖാരിഅയിലെ ആയത്താണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ആ ഒരു പാർട്ടിലുള്ളത് 2 ആയത്തും സൂറത്തുൽ ഖാരിഅയിലെ ആയത്താണ്. അതിന് നമ്മൾ നോക്കിയാല് വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു കണ്ടോ? അവസാന ഭാഗത്ത് അതേപോലെ മവാസീനുഹു എന്ന വാക്ക് നമ്മൾ നോക്കിയാല് അവിടെ വാവിനെ നീട്ടാന് വലിയ അലിഫ് കൊടുത്തിട്ടില്ല അല്ലെ? വാവിനെ നീട്ടാന് വലിയ അലിഫ് കൊടുത്തിട്ടില്ല. കാണുന്നുണ്ടാവും ചെറിയൊരു അലിഫ് വാവിന് ശേഷം എന്തുണ്ടാവും? ചെറിയ അലിഫ് നമുക്ക് കാണാൻ സാധിക്കും. കാണുന്നുണ്ടാവോ? അല്ലെ? കാണുന്നുണ്ടല്ലോ. ഹലോ, കാണുന്നുണ്ട്. അതെ. അപ്പോൾ ഈ ചെറിയ അലിഫ് വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ വലിയ അലിഫ് എങ്ങനെയാണോ നമ്മൾ മദ്ദ് ചെയ്യേണ്ടത് അതേ രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ചെറിയ അലിഫ് നമ്മൾ എന്ത് ചെയ്യേണ്ട? മദ്ദ് ചെയ്ത് ഉച്ചരിക്കണ 2 ഹറക്കത്ത്. അതേപോലെ തന്നെ സീനുഹു, ആ സീനുഹു എന്ന് നമ്മൾ ചേർത്തോതുകയാണെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് വരും. ഇതിന് ശേഷം അടുത്ത ഭാഗം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നമുക്ക് എങ്ങനെയാണ് വായിക്കേണ്ടത് നമുക്ക് പഠിക്കാം. രണ്ടാമത്തെ ആയത്ത് നോക്കുമ്പോ കണ്ടോ? അവിടെ ഹായിന്റെ ദമ്മുള്ള ഹായിന് ശേഷം എന്ത് വന്നു? ചെറിയ വാവ്, ചെറിയ വാവ് വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വലിയ മദ്ദിന്റെ വാവിന്റെ അതേ നിയമമാണ് ഇവിടെയും എന്ത് ചെയ്യേണ്ടത്? ചെറിയ ഈ വാവും നമ്മൾ നീട്ടേണ്ടത് 2 ഹറക്കത്ത്. ആ ഹായിന് എന്ത് ചെയ്യണം? ചെറിയ വാവ് വന്നത് കൊണ്ട്, ചെറിയ മദ്ദിന്റെ വാവ് വന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 2 ഹറക്കത്ത് നീട്ടി ഉച്ചരിക്കുക. ഇനി മൂന്നാമത്തെ ആയത്ത് സൂറത്തുൽ ആദിയാത്തിലെ ആയത്താണ് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി. അണ്ടോ? അവിടെ റബ്ബിഹി എന്ന വാക്കിന് ശേഷം എന്തുണ്ട്? ഒരു യാ കാണും. അത് യാഇന്റെ മറ്റൊരു രൂപമാണ്. മനസ്സിലായില്ല? അത് യാ എന്ന അക്ഷരത്തിന്റെ മറ്റൊരു രൂപമാണ് അത്. യാ ആ രൂപത്തിൽ നമുക്ക് എഴുതാം. അപ്പോ അവിടെ കെസറുള്ള ഹായിന് ശേഷം എന്ത് വന്നു? ചെറിയ യാ വന്നു. അഥവാ മദ്ദിന്റെ വലിയ യാ എങ്ങനെയാണോ നമ്മൾ നീട്ടേണ്ടത് അതേ രീതിയാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ചെറിയ യാഇനെ നമ്മൾ നീട്ടേണ്ടത്. അപ്പൊ 2 ഹറക്കത്താണ് ഇവിടെ നമുക്ക് നീട്ടാൻ സാധിക്കുക. അപ്പോ ലിറബ്ബിഹി, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ലിറബ്ബിഹി അവിടെ 2 ഹറക്കത്ത് എന്ത് ചെയ്യണം? നമ്മൾ നീട്ടി ഉച്ചരിക്കേണ്ടതാണ്. ഇനി നമ്മൾ സൂറത്തു ദുഹ ഒന്ന് എല്ലാരും ഖുർആനിൽ എടുക്കുക. സൂറത്തു ദുഹ നിങ്ങൾ വീഡിയോ ഓൺ ആക്കിയാല് ഹൈറായിരിക്കും ഇൻഷാ അല്ലാഹ്. സൂറത്തു ദുഹ എടുത്താൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. സൂറത്തു ദുഹ, വദ്ദുഹ നമുക്ക് അറിയാവുന്ന സൂറത്താണ്. വദ്ദുഹ എടുത്തോ? ഒരു മിനിറ്റ് എടുത്തു. അതെ, വദ്ദുഹ എന്ന ആ സൂറത്തു ദുഹയിലെ എല്ലാ ആയത്തിലും അതിലെ ഭൂരിഭാഗ ആയത്തുകളും അവസാനിക്കുന്നത് ചെറിയ അലിഫ് കൊണ്ടാണ്. നോക്കിയാണ് വദ്ദുഹ. അവിടെ എന്തുണ്ട്? ഹായിന് ശേഷം ഒരു യാഇന് മുകളിലായിട്ട് എന്ത് വന്നു? ഒരു അലിഫ് വന്നു. ആ അലിഫ് എന്താണ്? ആ അലിഫ് ഹായിനെ നീട്ടാനുള്ള ചെറിയ അലിഫാണ്. അഥവാ വലിയ അലിഫിന്റെ അതേ നിയമമാണ് ഇവിടെയും വന്നിട്ടുള്ളത്. വദ്ദുഹ 2 ഹറക്കത്ത്. രണ്ടാമത്തെ ആയത്തോ വല്ലൈലി ഇദാ സജ. സജ എന്ന വാക്കിലും എന്തുണ്ട്? ജീമിന് ശേഷം ചെറിയ അലിഫ് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ആ അലിഫ് ജീമിനെ നീട്ടാനാണ് വന്നിട്ടുള്ളത്. ജീമിനെ നീട്ടാൻ അഥവാ വലിയ അലിഫിന്റെ അതേ രൂപത്തിലാണ് ഇവിടെ നമ്മൾ എന്തായാലും ചെറിയ അലിഫിനെ നമ്മൾ നീട്ടി ഉച്ചരിക്കേണ്ടത്. എത്ര ഹറക്കത്താവും അപ്പോ? സജ എന്ന വാക്ക് എത്ര ഹറക്കത്ത് ജീമിനെ നീട്ടണം? 2 ഹറക്കത്ത്. അതെ, 2 ഹറക്കത്ത്. എളുപ്പമാണ് അല്ലെ? ഇതിൽ നമുക്ക്
വലിയ ഒരു നമുക്ക് പാടായിട്ടുള്ള ഒരു കാര്യമല്ല, നമുക്ക് എളുപ്പമാണ്. അഥവാ വലിയ അലിഫ്, ചെറിയ അലിഫ്, അതുപോലെ വലിയ അലിഫ്, എന്ത് ചെയ്യണം, വലിയ യ, വലിയ വാവ്, ഈ മൂന്നും എന്താണ്, ചെറിയ അലിഫ്, ചെറിയ വാവ്, ചെറിയ എന്താണ്, വലിയ അക്ഷരങ്ങളുടെ അതേ നിയമമാണ് എന്ത് ഇവിടെയും വന്നിട്ടുള്ളത്. അത്രേ ഉള്ളൂ. വേറെ ഒരു നമുക്ക് പാടുള്ള ഒരു സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ഇതിൽ വന്നിട്ടില്ല. ഇതിപ്പോ നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ ഈ ഒരു ഭാഗം? നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷാല്ല ഇപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞ ഇൻഷാല്ല നമുക്ക് ചർച്ച ചെയ്ത് അടുത്ത ഭാഗങ്ങളിലേക്ക് പോകാം. ഈ ആ മറ്റുള്ള നീട്ടുണ്ടല്ലോ, ഇപ്പം ഫൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ, സൂറത്ത് ഷംസ്, അതെ. ആ നീട്ടങ്ങൾ എങ്ങനെയാണ്? ഒറ്റ രണ്ട് ഹർക്കത്തുണ്ടോ? ഫഅൽഹമഹ ഫുജൂറഹ തഖ്വാഹ എന്ന വാവിലാണ്. അതാണ് തഖ്വാഹ എന്ന വാക്കിലാണോ? അല്ല, അവസാനം ആ നിർത്തുന്നേ. അത് രണ്ട് ഹറക്കത്താണ്. അങ്ങനെ എല്ലാ രണ്ട് ഹർക്കത്ത് നീട്ടണം അല്ലേ നിർത്തുമ്പോ? അതെ, രണ്ട് ഹറക്കത്താണ്. നിർത്തുമ്പോ നമ്മൾ നീട്ടേണ്ടത് രണ്ട് ഹറക്കത്ത്. രണ്ടിൽ കൂടുതൽ നീട്ടാൻ പറ്റൂല. ഫത്ഹ് തൻവീൻ വന്നിട്ട് നിർത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് രണ്ട് ഹറക്കത്തല്ലേ പറ്റൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അത് രണ്ടിൽ കൂടുതൽ പറ്റൂലക്ക. പക്ഷെ ഇവിടെ തഖ്വാഹ എന്ന വാക്കിൽ ഫത്ഹു തൻവീൻ അല്ല വന്നത്. ആ രണ്ട് ഹർക്കത്തിൽ തന്നെയാണ് നീട്ടേണ്ടത് അല്ലെ? സാധാരണ പൊതുവായിട്ട് നമ്മൾ പറയുമ്പോൾ രണ്ട് ഹറക്കത്താണ് അവിടെ നീട്ടേണ്ടത്. മദ്ദിന്റെ വിഷയം പറയുമ്പോൾ പൊതുവായ ഒരു അടിസ്ഥാനപരമായിട്ട് നീട്ടാന് രണ്ട് ഹറക്കത്താണ് പറ്റൂ. രണ്ട് ഹറക്കത്തിൽ കൂടുതൽ നീട്ടണമെങ്കിൽ അതിനുശേഷം ഹംസ വരണം. നമ്മൾ പഠിച്ചില്ല, മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം. അതെ, ഹംസ വരണം എന്ന് വെച്ചാൽ അങ്ങനെ വരുമ്പോഴാണ് 5 ഹറക്കത്ത്, പിന്നെ 4 ഹറക്കത്ത്, അല്ലെങ്കിൽ 6 ഹറക്കത്ത് വരെ നമുക്ക് നീട്ടാൻ പറ്റില്ല. മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ഷദ്ദു വരെയാണെങ്കിൽ 6 ഹറക്കത്ത് വരെ. സൂറത്തുൽ ഫാത്തിഹയില് വലദ്ദാല്ലീൻ എന്ന ഒരു വാക്കില് ദ്വാല്ലീന് ദ്വാദിനോട് എന്ത് വന്നു? മദ്ദു വന്നു. ദ്വാന്ന് നീട്ടാൻ ദ്വാദിനെ. അതിനുശേഷമുള്ള അക്ഷരത്തിന് ഷദ്ദു വന്നപ്പോ എന്താവും? അവിടുത്തെ ദ്വാദിനെ നമ്മൾ എന്ത് ചെയ്യും? 6 ഹറക്കത്ത് നമ്മൾ എന്ത് ചെയ്യും? നീട്ടി ഉച്ചരിക്കും. അപ്പോ ഇത് സന്ദർഭം അനുസരിച്ച് എന്ത് ചെയ്യും? മദ്ദിന്റെ ദീർഘത്തിന്റെ അളവ് കൂടും, ദീർഘത്തിന്റെ അളവ് കുറയുകയും ചെയ്യും. അപ്പോൾ സാധാരണ രൂപത്തിലുള്ള ദീർഘം 2 ഹറക്കത്താണ് നീട്ടേണ്ടത്. ഇനി രണ്ടിൽ കൂടുതൽ ഹറക്കത്ത് നീട്ടുണ്ടെങ്കിൽ നിബന്ധനകളുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്, ദീർഘത്തിന്റെ അക്ഷരത്തിന് ശേഷം ഹംസ വരിക, എന്നാല് 5 ഹറക്കത്ത് അല്ലെങ്കിൽ 4 ഹറക്കത്ത് നമുക്ക് നീട്ടാം. ദീർഘത്തിന്റെ അക്ഷരത്തിന് ശേഷം ഷദ്ദു വന്നാല് 6 ഹറക്കത്ത് നീട്ടണം. ഇതെന്താണ്? നിബന്ധനയുണ്ട്. ഈ നിബന്ധന ഇല്ലാത്ത അവസ്ഥയിലൊക്കെ എന്താണ്? 2 ഹറക്കത്തെ നമുക്ക് നീട്ടാൻ പാടുള്ളൂ. ഇപ്പോ ഓക്കെ അല്ലേ? ഇവിടെ ഈ വന്നുഹാല് അഞ്ചാമത്തെ ആയത്തുണ്ടല്ലോ, റബ്ബുക ഫത്തർവ, അവിടെ എത്ര രണ്ട് മതിയോ? എല്ലാരും ആയത്ത് നോക്കിയാണ്. 5-ാമത്തെ ആയത്ത് സൂറത്തുൽ ദുഹയിലെ 5-ാമത്തെ ആയത്ത്. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു. നല്ലൊരു ചോദ്യമാണ്. ഇപ്പൊ ഞാൻ 5-ാമത്തെ ആയത്തിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ 2 ഹറക്കത്തെ നമ്മൾ നീട്ടു. അപ്പൊ അവിടെ മദ് വന്നിട്ടുണ്ട് അല്ലെ, മദ്ദിന്റെ ആ ഒരു സിമ്പല് വന്നിട്ടുണ്ട് അല്ലെ, കറുള്ള ഫത്ഹ വന്നു. അപ്പൊ നമുക്ക് ഒരു സംശയം ഉണ്ടോ? അപ്പൊ അവിടെ അങ്ങനെ വരുന്ന മദ്ദിന്റെ ആ ഒരു സിമ്പല് വന്നാല് 2 ഹറക്കത്തിൽ കൂടുതൽ നീട്ടണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് അവിടെ 2 ഹറക്കത്തിൽ കൂടുതൽ നീട്ടുക? 6-ാമത്തെ ആയത്തിലേക്ക് ചേർത്തോതുമ്പോ എന്ത് വരും? അവിടെ നിബന്ധനയായിട്ട് മാറും. അവിടെ സന്ദർഭം മാറുന്നുണ്ട്. ഇങ്ങനെ മദ്ദിന്റെ അക്ഷരം ബോദിന് ശേഷം അലിഫ് വന്നല്ലേ മദ്ദിന്റെ അക്ഷരമായ. നമ്മൾ അടുത്ത ആയത്തിലേക്ക് ഒതുമ്പോ അടുത്ത ലെറ്റർ ഏതാണ്? അടുത്ത ആയത്തിൽ ഫസ്റ്റ് ലെറ്റർ ഹംസ. അപ്പൊ മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ഹംസ വരുന്നു. അപ്പൊ നമ്മൾ ചേർത്തുന്നത് കൊണ്ട് അവിടെ എന്ത് മാറി? സാഹചര്യം മാറി അല്ലേ? അപ്പോ അവിടെ നിയമവും മാറുന്നു. 2 ഹറക്കത്ത് എന്നുള്ളത് 4 അല്ലെങ്കിൽ 5 ഹറക്കത്ത് വരെ നീട്ടാമെന്ന് ഒരു നിയമമായി മാറുന്നു. അപ്പോ 6-ാമത്തെ ആയത്തിലേക്ക് ഓതുകയാണെങ്കിൽ وَلَسَوْفَ يُعْطِيكَ رَبُّكَ فَتَرْضَى أَلَمْ يَجِدْ فَتَرْضَى أَلَمْ അവിടെ എന്തോന്നു? ചേർത്തോതുകയാണെങ്കിൽ ബോദിന്റെ ആ മദ്ദിന് ശേഷം, മദ്ദിന്റെ ലെറ്ററിന് ശേഷം അടുത്ത ആയത്തിൽ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ഹംസയാണ്. അപ്പോ
അവിടെ 5 മുതൽ അല്ലെങ്കിൽ 4 മുതൽ 5 വരെ ഹറക്കത്തുകൾ നമുക്ക് നീട്ടാൻ സാധിക്കും. പിന്നെ അലം യജിദ്ക യതീമ ഫആവ, ഫആവ എന്ന വാക്കിൽ എന്ത് വാവിനുള്ള മദ്, അത് 2 ഹറക്കത്ത് നമുക്ക് നീട്ടാൻ പാടുള്ളൂ. അതേപോലെ വവജദക ളാദ്ദൻ ഫഹദ, ഫഹദ എന്ന വാക്കിൽ നോക്കിയാണ് അവിടെയും 2 ഹറക്കത്താണ്, ദാലിന് 2 ഹറക്കത്ത്. എന്നാൽ ളാദ്ദൻ എന്ന വാക്ക് നമ്മൾ പഠിച്ച നിയമമാണ്, അത് ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാണ്. ളാദ്ദൻ എന്ന വാക്കിൽ എത്ര ഹറക്കത്ത് നമ്മൾ നീട്ടുന്നത്? ളാദിനെ നീട്ടേണ്ടത് 6 6 ഹറക്കത്ത്. നിർബന്ധമാണോ അതോ അനുവദനീയമാണോ? നിർബന്ധമാണ്. അതെ, നിർബന്ധമാണ്, ലാസിമാണ്. ആ മദ്ദിന്റെ പേര് തന്നെ അൽ മദ്ദുൽ ലാസിം എന്നാണ്. അഥവാ നിർബന്ധമായും 6 ഹറക്കത്ത് നീട്ടണമെന്നാണ്. അപ്പൊ ضادً ضادً فهدى. പക്ഷെ ഫഹദയിലെ ദാലിനെ നമ്മൾ എന്ത് ചെയ്യും? 2 ഹറക്കത്തെ നമ്മൾ നീട്ടുകയുള്ളൂ. ഇത് ചെറിയ അലിഫിനുള്ള ഉദാഹരണങ്ങളാണ്. ഇനി നമ്മള് ചെറിയ യാഇനുള്ള ഉദാഹരണം ഇൻഷാ അല്ലാഹ് നമ്മള് നോക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ചെറിയ യാ വരുന്ന സന്ദർഭങ്ങൾ സൂറത്തുൽ ആദിയാത്തിനടുത്ത്, സൂറത്തുൽ ആദിയാത്തിൽ ചെറിയ യാഇന്റെയും ചെറിയ വാവ് വരുന്നതിന്റെ ഉദാഹരണങ്ങൾ 2-3 ഉണ്ട്. സൂറത്തുൽ ആദിയാത്ത് ദുഹ കഴിഞ്ഞ് ഒരു പേജ് മറിക്കുമ്പോ 2 പേജ് മറിക്കുമ്പോ 2 പേജ് 2 പേജ് മറിക്കുമ്പോ അതെ 599 ആണ്. അതെ 599 അതെ. ആദിയാത്തില് 4-ാമത്തെ ആയത്ത് 4, 5, 6 ആയത്തൊക്കെ നോക്കിയാണ് ഫഅസർന ബിഹി, അവിടെ ബിഹി എന്ന വാക്ക് നമ്മൾ നോക്കിയാണ് അവിടെ ഹ എന്ന കെസറിന്റെ ഹായിന് ശേഷം എന്ത് വന്നു? ചെറിയ യാ വന്നു. അപ്പൊ അവിടെ ഹായിന് എത്ര ഹറക്കത്താ നീട്ടേണ്ടത്? 2 ഹറക്കത്ത്. അവിടെ ശേഷം ഹംസയൊന്നും ഇല്ല, അപ്പൊ 2 ഹറക്കത്ത് നമുക്ക് നീട്ടാൻ പാടുള്ളൂ. ഇനി 5-ാമത്തെ ആയത്ത് നോക്കിയാണ് ഫവശത്ന ബിഹി ജംഅ, ബിഹി അവിടെയും എന്തുണ്ട്? ചെറിയ യാ വന്നു. അപ്പൊ അവിടെ എത്ര ഹറക്കത്താ നീട്ടേണ്ടത്? 2 ഹറക്കത്ത്. അതെ, അവിടെയും 2 ഹറക്കത്താണ്. ഇനി 6-ാമത്തെ ആയത്ത് നമ്മള് ഈ ടെക്സ്റ്റിൽ PDF കൊടുത്ത ആയത്താണ് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അവിടെ ലിറബ്ബിഹി കണ്ട, അവിടെ എന്തുണ്ട്? കെസറിന്റെ ഹായിന് ശേഷം യാ വന്നു, ചെറിയ യാ വന്നു, അവിടെ 2 ഹറക്കത്ത്. ഇനി 7-ാമത്തെ ആയത്ത് നോക്കിയാല് കണ്ടോ, അവിടെ ദമ്മുള്ള ഹായിന് ശേഷം എന്ത് വന്നു? ചെറിയ വാവ് വന്നു. അതെ, ചെറിയ വാവ് കടന്നു വന്നു. അപ്പൊ അവിടെ എത്ര ഹറക്കത്താ നീട്ടേണ്ടത് നമ്മള്? 2 ഹറക്കത്ത്. അതെ, 2 ഹറക്കത്ത് നമ്മള് നീട്ടി ഉച്ചരിക്കുക. പക്ഷെ ഈ ചെറിയ വാവിന് ശേഷമുള്ള അക്ഷരം ഹംസയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 ഹറക്കത്ത് മാറും. ചെറിയ വാവ് വന്നതുകൊണ്ട് 2 ഹറക്കത്തെ പറ്റുമെന്നല്ല, അതിന് ശേഷമുള്ള അക്ഷരം ഹംസയാണ് വരുന്നതെങ്കിൽ അവിടെ 4 മുതൽ 5 വരെയൊക്കെ നീട്ടാന് നമുക്ക് അനുവദനീയമാണ്, അങ്ങനെ തന്നെ നീട്ടണം ആ സാഹചര്യം വരുമ്പോൾ. പക്ഷെ ഇപ്പൊ ഇവിടെ എന്തില്ല, അങ്ങനെ വരുന്നില്ല, ശേഷം ഹംസ വരുന്നില്ല. പിന്നെ 8-ാമത്തെ ആയത്തിൽ നോക്കിയാണ് ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. ഇവിടെയും ഇന്നഹു എന്ന വാക്കില് ഹായിന് ശേഷം ദമ്മുള്ള ഹായിന് ശേഷം എന്ത് വന്നു? ചെറിയ വാവ് കടന്നു വന്നു. ഇപ്പോഴും എന്താണ് അവിടെയും വലിയ വാവ് എങ്ങനെയാണോ നീട്ടുന്നത്, എത്ര ദീർഘത്തിലാണോ നീട്ടേണ്ടത്, അതേ രൂപത്തിലാണ് ഇവിടെ നമ്മൾ നീട്ടേണ്ടത്. 2 ഹറക്കത്ത് നമ്മൾ നീട്ടി ഉച്ചരിക്കുക. അപ്പോ ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? 2 ഹറക്കത്ത് നീട്ടി പാരായണം ചെയ്യേണ്ടതാണ്. അപ്പോ ഇതില് എന്തെങ്കിലും ഇനി സംശയങ്ങൾ നമുക്ക് ഉണ്ടോ, ഡൗട്ടുകൾ എന്തെങ്കിലും? അവിടെ ലഷദീദ് എന്ന് പറയുന്നിടത്ത് ഇത്ര 2 ഹറക്കത്ത് തന്നെയാ യാ വരുന്നിടത്ത്? ലഷദീദ് എന്ന് വരുന്ന ഭാഗത്ത് നമുക്ക് 2 മുതൽ 6 വരെ നീട്ടാമെന്നാണ്. അതാണ് അത് ഫാത്തിഹ ഓതുമ്പോൾ ഇമാം അങ്ങനെ ഓതുന്ന കണ്ടു, അതുകൊണ്ടാണ്. ഓക്കെ. അവിടെ അതെ അവിടെ നമുക്ക് അഥവാ വഖഫ് ചെയ്യുമ്പോഴുള്ള മദ്ദിന്റെ ഭാഗങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? 2 മുതൽ 6 വരെ. പക്ഷെ നമ്മള് ഇപ്പോ ഒരു 5 ഹറക്കത്ത് നീട്ടിയാണ് ആയത്ത് നിർത്തുക, അടുത്ത ആയത്ത് നിർത്തേണ്ടത് എങ്ങനെയാണ്? 5 ഹറക്കത്ത് നീട്ടിയാണ്. അതോടെ പറയുന്നതാണ് യൂണിഫോമിറ്റി വേണം. ചില ആയത്തിൽ 2 ഹറക്കത്ത് നീട്ടി നിർത്തുന്നു, ചിലതില് 3 ഹറക്കത്ത്, അത് പറ്റൂല. ഒരേ റക്അത്തിൽ നമ്മൾ നിൽക്കുമ്പോ എങ്ങനെയാണോ നമ്മൾ എത്ര ഹറക്കത്തിലാണ് നമ്മൾ നിർത്തുന്നത്,
ബാക്കിയുള്ള ആയത്ത് നിർത്തുമ്പോൾ എന്ത് ചെയ്യണം? അത്ര ഹറക്കത്ത് നമ്മൾ നീട്ടി നിർത്തുക. പക്ഷെ ഫതഹു തൻവീനൊക്കെ വന്നാൽ നമുക്ക് 2 ഹറക്കത്തെ പറ്റൂ. മനസ്സിലായല്ലോ? ഫതഹു തൻവീൻ വന്നാൽ 2 ഹറക്കത്ത് പറ്റും. ഇപ്പൊ 2 ഹറക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ 2 ഹറക്കത്ത് നീട്ടുക. ബാക്കി ഇതേ രൂപത്തിലുള്ള അഥവാ മദ്ദിന്റെ അക്ഷരത്തില് എന്ത് ചെയ്യും? അഥവാ അവസാനത്തെ അക്ഷരം സുക്കൂനാവുക, അതിനു മുമ്പുള്ള അക്ഷരത്തിന് മദ്ദിന്റെ അക്ഷരം വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഇതേ രൂപത്തിൽ 2 മുതൽ 6 ഹറക്കത്ത് വരെ നമ്മൾ നീട്ടി നമുക്ക് വഖഫ് ചെയ്യാം. അതാണ് ലശദീദ് എന്ന ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ 2 നീട്ടാം, 4 നീട്ടാം, 5 നീട്ടാം, 6 വരെ നമുക്ക് നീട്ടി നിർത്താം. മദ് വരണോ അടുത്ത അക്ഷരത്തിന്? അതെ, അതിന് മുമ്പുള്ള അക്ഷരത്തിന്. അഥവാ അപ്പോൾ ദാൽ ഇവിടെ സുക്കൂനാകുന്നു, അവസാനത്തെ അക്ഷരം സുക്കൂനാകുന്നു. ലശദീദിനാണ് ലശദീദ് എന്ന് പറയുമ്പോൾ സുക്കൂനാകും. അതിന് മുമ്പുള്ള അക്ഷരം എന്ത് വരുന്നു? മദ്ദിന്റെ അക്ഷരം വരുന്നു. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പൊ ചെറിയ അക്ഷരങ്ങളിലെ ചെറിയ വാവ്, ചെറിയ അലിഫ്, ചെറിയ യാനെ പറ്റി നമ്മൾ പഠിച്ചു. ഇനിയുള്ളത് ഇതേ ഭാഗം തന്നെ നമ്മൾ പഠിക്കുന്ന ചെറിയ അക്ഷരങ്ങളെ പറ്റിയാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കുന്നത്. ഓക്കെ, ഇനി ചെറിയ അക്ഷരങ്ങളിൽ തന്നെ നമ്മൾ ഇപ്പൊ പഠിച്ചു എന്താണ്? നമ്മൾ നീട്ടുമ്പോൾ 2 ഹറക്കത്താണ് നമ്മൾ നീട്ടേണ്ടതെന്ന് പഠിച്ചു. അഥവാ വലിയ വാവ്, വലിയ അലിഫ്, വലിയ എങ്ങനെയാണോ നീട്ടേണ്ടത് അതേ രൂപത്തിൽ. ഇനി നമ്മൾ നോക്കുന്നത് ചെറിയ യായിലും ചെറിയ വാവിലും ഇവിടെയൊക്കെ നമ്മൾ നിർത്തുകയാണെങ്കിൽ ചെറിയ യാ, ചെറിയ വാവ്. അപ്പൊ അലിഫിന് എവിടെ പറയുന്നില്ല. അപ്പോ യാ, വാവ് ഇവയ്ക്ക് പകരം ചെറിയ അക്ഷരം വരുമ്പോൾ, അഥവാ വലിയ യാഇനും വലിയ വാവിനും പകരം ചെറിയ വാവും ചെറിയ യായും അക്ഷരം വരുമ്പോൾ ആ ഭാഗത്ത് വഖഫ് ചെയ്യുമ്പോൾ, ചെറിയ വാവിലും ചെറിയ യായിലും വഖഫ് ചെയ്യുകയാണെങ്കിൽ അവയ്ക്ക് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിലായിരിക്കും നമ്മൾ നിർത്തേണ്ടത്. അഥവാ ആ വാവിനെയും ആ യായിനെയും നമ്മൾ ഉച്ചാരണത്തിൽ കൊണ്ടുവരേണ്ടതില്ല, അവിടെ നീട്ടേണ്ടതില്ല എന്നാണ് പറയുന്നത്. അഥവാ എന്ന് നമ്മൾ നിർത്തണ്ട. അവിടെ മവാസീനുഹു എന്ന് നീട്ടി നിർത്താൻ പാടില്ല. അവിടെയുള്ള ചെറിയ വഖഫ് ചെയ്യുമ്പോൾ ആ അവസാനത്തിൽ വന്ന ചെറിയ വാവ് എന്ത് ചെയ്യും? നമ്മൾ ഉച്ചരിക്കപ്പെടുകയില്ല, നമ്മൾ ഉച്ചരിക്കുകയില്ല. അതിന് പകരം എന്ത് ചെയ്യും? അതിന് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂന് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? വഖഫ് ചെയ്യും. അപ്പോ മവാസീനുഹു എന്നുള്ളത് മവാസീനു നു, അവിടെ ദമ്മുള്ള ഹായിനെ എന്താക്കി? സുക്കൂനായ ഹ ആക്കി നമ്മൾ മാറ്റി. മനസ്സിലായില്ലേ? അഥവാ ഇത് ചെറിയ അലിഫിന് ബാധകമല്ല ഈ നിയമം. അലിഫ് യാ സഗീറയിലും വാവു സഗീറ. സഗീറ എന്ന് വെച്ചാൽ ചെറുതാണ്. അപ്പോ ചെറിയ വാവിലും ചെറിയ യായിലും വഖഫ് ചെയ്യുകയാണെങ്കിലാണ് എന്ത്? ആ വാവിനെയും ആ യായിനെയും നമ്മൾ ഉച്ചരിക്കാതെ അതിന് മുമ്പുള്ള അക്ഷരത്തിന് എന്ത് ചെയ്യും? സുക്കൂന് കൊടുത്ത് നമ്മൾ വഖഫ് ചെയ്യും. വേറൊരു ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന്റെ 2-3 ഉദാഹരണം നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. അതെ, സൂറത്തുൽ ഫജ്ർ. സൂറത്തുൽ ഫജ്ർ നമ്മളൊന്ന് എടുക്കുക. സൂറത്തുൽ ഫജ്ർ എടുത്തോ? സൂറത്തുൽ ഫജ്ർ എടുത്തോ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ ഫജ്ർ നമ്മൾ എടുക്കുന്നതിനേക്കാളും സൂറത്തുൽ ഇൻഷിഖാഖ് എടുക്കുക. സൂറത്തുൽ ഇൻഷിഖാഖ് അതിന് തൊട്ട് മുമ്പുള്ള ഒരു പേജ് മറയ്ക്കുമ്പോൾ സൂറത്തുൽ ഇൻഷിഖാഖ് കാണാൻ സാധിക്കും. ഇദ സമാഉ ഷഖ്ഖത്ത് എന്ന സൂറത്ത് 589. അതെ, അതില് നമ്മള് 7-ാമത്തെ ആയത്ത് നമ്മൾ നോക്കുക. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി. ആണോ? 7-ാമത്തെ ആയത്ത് കാണുന്നുണ്ടാവും അല്ലേ? ഞാൻ PDF ഇത് നമ്മൾ ഉദാഹരണം അധികമായി കൊടുക്കാത്തതാണ്. കാരണം വെച്ചാല് നമ്മൾ സ്വന്തമായിട്ട് ഖുർആൻ ഇങ്ങനെ എടുത്ത് മറിച്ച് നോക്കി കണ്ടുപിടിക്കുമ്പോൾ എന്താണ് കുറച്ചുകൂടി നമുക്ക് നമ്മുടെ കഴിവ് വർദ്ധിക്കും.
മറ്റേ PDF ആകുമ്പോൾ നമ്മളിങ്ങനെ ക്ലാസ് കേട്ടിരിക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും, അതിലോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എന്താണ് ആഡ് ചെയ്യാത്ത എക്സാമ്പിൾസുകളെ അധികമായിട്ട് കൊടുക്കാത്ത. അപ്പൊ ഇതേ രൂപത്തിൽ നിങ്ങൾ കണ്ടുപിടിച്ച് പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, കുറച്ചും കൂടി ഒരു എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. അപ്പോ ഇതില് فأما من أوتي كتابه بيمينه എന്ന വാക്കിൽ അവസാനം എന്താണ്, അവസാനത്തെ അക്ഷരം യാ അതെ ചെറിയ യാ യാ ഉണ്ട്. യാ സഗീറ, അതെ ചെറിയ യാ വന്നു. അപ്പോ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ, ഞാൻ വഖഫ് ചെയ്യാൻ. അപ്പോ എങ്ങനെയാണ് നിർത്തേണ്ടത്? വഖഫ് ചെയ്യുമ്പോ യാഇനെ ഉച്ചരിക്കാൻ പാടില്ല. വഖഫ് ചെയ്യുമ്പോ ചെറിയ യാഇൽ വഖഫ് ചെയ്യുമ്പോ യാഇനെ ഉച്ചരിക്കാതെ അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂൻ ചെയ്ത് ഉച്ചരിക്കുക. അപ്പോ യാഇനെ ഉച്ചരിക്കാതിരിക്കുക, അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം ഹ, ആ ഹായിനെ എന്താക്കുക, സുക്കൂനാക്കി ഉച്ചരിക്കുക. فأما من أوتي كتابه بيمينه ആണോ, ബിയമീനി. അവിടെ നൂനിന് കസറോ ആയിരുന്നു, ഹായിന്റെ കസറിന് പകരം എന്താക്കുന്നു, സുക്കൂനാക്കി നമ്മൾ ഉച്ചരിക്കുന്നു, ബിയമീനി. മനസ്സിലായില്ലേ? അപ്പോ സുക്കൂനായ ഹ എന്ത് ചെയ്യണം, അവസാനം നമ്മുടെ ഉച്ചാരണത്തിൽ കൊണ്ടുവരണം, ബിയമീനി. ചില ആളുകൾ ഓതുമ്പോ ബിയമീനി, അവിടെ ഹ എന്ന അക്ഷരം പുറത്തു വരൂല, ഹ എന്ന അക്ഷരം വ്യക്തമാവില്ല. പക്ഷെ അത് തെറ്റാണ്. ഇവിടെ എന്ത് ചെയ്യണം, ഹ എന്ന അക്ഷരത്തെ വ്യക്തമാക്കി സുക്കൂനാക്കി നമ്മൾ എന്ത് ചെയ്യണം, ഉച്ചരിക്കണം. فأما من أوتي كتابه بيمينه ആണോ, ബിയമീനി. അവിടെ എന്താക്കുന്നില്ല, ആ ചെറിയ യാഇനെ നമ്മൾ ഉച്ചാരണത്തിൽ കൊണ്ടുവരുന്നില്ല, ആ ചെറിയ യാഇനെ നമ്മൾ ഉച്ചരിക്കുന്നില്ല. എന്നാൽ അടുത്ത ആയത്തേക്ക് ചേർത്തോതുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ചെറിയ യാഇനെ നമുക്ക് ഉച്ചരിച്ചുകൊണ്ട് അടുത്ത ആയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോ എന്ത് ചെയ്യും, ആ ഹായിനെ നമ്മൾ നീട്ടും. فأما من أوتي كتابه بيمينه فسوف بيمينه. അടുത്ത ആയത്തിലേക്ക് ചേർത്തോതുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ വന്ന യാ സ്വഗീറ അഥവാ ചെറിയ യാഇനെ നമ്മൾ വ്യക്തമാക്കി ഉച്ചരിക്കും. അതേപോലെ കിതാബഹു എന്ന ഭാഗത്ത് നോക്കണേ, അവിടെ ചെറിയ വാവ് വന്നിട്ടുണ്ട്, കണ്ടോ, കിതാബഹു അല്ലെ, ആ 7-ാമത്തെ ആയത്തിൽ തന്നെ. അവിടെയും എന്താണ്, ആ ഹായിൻ, ആ ദമ്മുള്ള ഹായിൻ എന്ത് ചെയ്യണം, ശേഷം വന്ന ചെറിയ വാവ് ആയതുകൊണ്ട് 2 ഹറക്കത്ത് നീട്ടുക, കിതാബഹു. പക്ഷെ ഞാൻ ഫഅമ്മൻ ഊതിയ കിതാബഹുവിന്റെ ഭാഗത്ത് ഞാൻ വഖഫ് ചെയ്യുന്നത് വെച്ചു, എനിക്ക് ശ്വാസം കിട്ടിയില്ല. അഥവാ ഞാൻ യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കാദിഹൻ ഫമുലാഖീഹി ഫഅമ്മാ മൻ ഊതിയ, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ കിതാബഹുവിന്റെ അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഉച്ചരിക്കും? ഹാഫിസിക്ക് എന്ന് പറയുകയാണ്, കിതാബഹുവിന്റെ അവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോ നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത്? അതെ, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. فأما من أوتي كتابه അവിടെ എന്ത് ചെയ്യുന്നു, ആയിനെ നമ്മൾ സുക്കൂൻ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് എടുത്തു തോന്നണം, فأما من أوتي كتابه بيمينه. അവിടെ എന്ത് ചെയ്യും, നമ്മൾ വഖഫ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ചെറിയ യായിനെ കളഞ്ഞുകൊണ്ട് തൊട്ട് മുമ്പുള്ള അക്ഷരമായ ഹായിന് സുക്കൂൻ ചെയ്ത് വഖഫ് ചെയ്യുന്നു. ഇനിയുള്ളത് 10-ാമത്തെ ആയത്ത് നോക്കണം. وأما من أوتي كتابه وراء ظهره ആണ് അവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോ വഹിരി. മനസ്സിലായേ? വഹിരി അവിടെ ഹായിന് എന്ത് ചെയ്യും, സുക്കൂൻ ചെയ്യും. ശേഷമുള്ള ആ ചെറിയ യായിനെ നമ്മൾ സൈലന്റ് ആക്കും, ഉച്ചാരണത്തിൽ കൊണ്ടുവരില്ല. മനസ്സിലായില്ലേ? ഇത് ചെറിയ യായിന് മാത്രമല്ല, ചെറിയ വാവും വന്നാൽ തന്നെ ഇതേ അവസ്ഥയാണ്. ചെറിയ വാവിനെ നമ്മൾ സൈലന്റ് ആക്കി അതിന് മുമ്പുള്ള അക്ഷരത്തിന് നമ്മൾ എന്ത് ചെയ്യും, സുക്കൂൻ ചെയ്ത് നമ്മൾ വഖഫ് ചെയ്യും. എളുപ്പമാണ്. ഇതിൽ എന്തെങ്കിലും സംശയം, ഡൗട്ടുകളുണ്ടോ നമുക്ക്? അതിന് മുന്നത്തെ ആയത്തിൽ 6-ാമത്തെ നിർത്തുകയാണെങ്കിൽ എങ്ങനെയാണ്? 6-ാമത്തെ അവിടെ നമ്മൾ സാധാരണ കെസറുള്ള അക്ഷരത്തെ നമ്മൾ നിർത്തുമ്പോ ചെയ്യണം. അതെ, കെസറുള്ള അക്ഷരത്തിന് നിർത്തുമ്പോ ഞാൻ കെസറുള്ള അക്ഷരത്തിൽ വഖഫ് ചെയ്യുമ്പോ നമ്മൾ ഏത് ഹറക്കത്ത്?
അതെ ഹായിന് സുക്കൂൻ അത്രേ ഉള്ളൂ. ആ, അഥവാ നമ്മള് വഖഫിന്റെ നിയമം പഠിച്ചില്ലേ? അതെ. ഫത്ഹ, ആ, ആ, കസർ, ഇത്, ദമ്മ്. ഇതില് വഖഫ് ചെയ്യുകയാണെങ്കിൽ സുക്കൂൻ ചെയ്യുക. ഓക്കെ. അവസാനത്തെ അക്ഷരം ഫത്ഹിൽ അവസാനിക്കുകയാണെങ്കിൽ സുക്കൂൻ ചെയ്ത് ഉച്ചരിക്കണം, നിർത്തണം. അവസാനത്തെ അക്ഷരം കെസറിലാണ് നമ്മൾ അവസാനിപ്പിക്കുന്നതെങ്കിൽ അവിടെ സുക്കൂൻ ചെയ്ത് നിർത്തുക. ഈ ദമ്മിലാണ് നമ്മൾ വഖഫ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും സുക്കൂൻ ചെയ്യുക. അതേപോലെ കെസറു തൻവീനിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ സുക്കൂൻ ചെയ്ത് ഉച്ചരിക്കുക. ദമ്മു തൻവീനിൽ വഖഫ് ചെയ്യുകയാണ്, വഖഫ് എന്ന് വെച്ചാൽ നിർത്തുകയാണെങ്കിൽ സുക്കൂൻ ചെയ്ത് ഉച്ചരിക്കുക. എന്നാൽ ഫതഹു തൻവീനിലാണെങ്കിലോ, ഫതഹു തൻവീൻ ഞാൻ നിർത്തുമ്പോ സുക്കൂൻ ആ, ചെയ്യാൻ എന്നുണ്ട്. എന്നുണ്ട് അതില്. ഇല്ല, പറ്റൂല. കാരണം എന്താണ്? ഒരു ഫതഹോട് കൂടി ഒരു അലിഫിനെ നമ്മൾ നീട്ടുക അല്ലെ? എട്ടാമത്തെ ആയത്ത് നോക്ക്, സൂറത്തുൽ ഇൻശിഖാഖ്. കസീറൻ. ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറൻ ആണ് അവിടെ തൻവീൻ, ഫതഹു തൻവീനിൽ നിർത്തുകയാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നു? സുക്കൂന് ചെയ്യുന്നില്ല. അതെ. യസീറൻ എന്നുള്ളത് യസീറോ. അവിടെ ഓ അതെ, അവിടെ ഒരു ഫതഹ കൊണ്ട് അതിനുശേഷമുള്ള അലിഫിനെ നമ്മൾ നീട്ടുന്നു. പക്ഷേ മുലാഖിഹി എന്താണ്? കെസറാണ്. അവിടെ നമ്മൾ ഈ ഒരു നിയമം കൊണ്ടുവരൂല. ഏത്? ചെറിയ വാവിന്റെ നിയമം നമ്മൾ കൊണ്ടുവരൂല. അവിടെ ഹായ് എന്ത് ചെയ്യും? കെസർ വന്നതുകൊണ്ട് അവിടെ കെസറ മാറി സുക്കൂനാകുന്നു. വേറെ ഏതെങ്കിലും സംഖ്യ ആർക്കെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഈ ഒരു ഭാഗം? അഥവാ ചെറിയ വാവ് ചെറിയ യാ വഖഫ് ചെയ്യുകയാണെങ്കിൽ ചെറിയ വാവില് ചെറിയ യായിൽ നമ്മൾ നിർത്തുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിന് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനാക്കുക. ശേഷമുള്ള ചെറിയ യാഇനെ അല്ലെങ്കിൽ ചെറിയ വാവിനെ നമ്മൾ സൈലന്റ് ആക്കുക. അവിടെ ഉച്ചരിക്കാൻ പാടില്ല. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? ഡൗട്ടുകളുണ്ടോ? അപ്പൊ അതില് രണ്ട് തമ്മിൽ യാതൊരു വ്യത്യാസം വരുന്നില്ല ശരിക്കും. അവിടെ ചെറിയ യാ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എവിടെയാണ്? ഇപ്പൊ അതിന് ഏഴും 6ഉം 7ഉം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മുലാഖീഹി കഴിഞ്ഞിട്ട് യാ ഇല്ല, ചെറിയ യാ ഇല്ല. അതെ, ഇല്ല. യമീനിഹില് ചെറിയ യാ ഉണ്ട്. അതെ, നിർത്തുമ്പോ ഒരേ രൂപത്തിലാണ് നമ്മൾ അതിന്റെ ശബ്ദം വരുന്ന ഒരേ രൂപത്തിലാണ്. അഥവാ അതെ, അതെ. രണ്ടും സുക്കൂൻ ചെയ്യുന്നു. കണ്ടിന്യൂ പക്ഷെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ വ്യത്യാസം അതെ, വരുന്നുള്ളൂ. അതെ, ഒന്നിൽ എക്സ്ട്രാ ആയിട്ട് ഒരു അക്ഷരം വന്നു. ഏത്? ഒരു യാ വന്നു. അതെ. അപ്പൊ നമ്മൾ നിർത്തുകയാണെങ്കിൽ യാഇനെ കളഞ്ഞ് അവിടെ ഹാനെ സുക്കൂൻ ചെയ്യും. സുക്കൂൻ ചെയ്തിട്ട് നിർത്തുക. അതിന് മുമ്പുള്ള ആയത്തിൽ എക്സ്ട്രാ ആയിട്ട് ഒരു അക്ഷരം വന്നിട്ടില്ല. പക്ഷെ അവിടെ കെസറിലാണ് അവസാനിക്കുന്നത്. അവസാനത്തെ അക്ഷരം ഹായാണ്, പക്ഷെ അതിന്റെ ഹറക്കത്ത് കെസറാണ്. അപ്പൊ കെസറിൽ നിർത്തുകയാണെങ്കിൽ എന്ത് ചെയ്യണം? സുക്കൂൻ ചെയ്തിട്ട് നിർത്തുക. സുക്കൂൻ ചെയ്യാം. അത്ര ഉള്ളൂ. പക്ഷെ നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് കടക്കാല് ഇൻഷാ അല്ലാഹ്. ചെറിയ അലിഫ്. അപ്പൊ നമ്മള് ചെറിയ വാവ്, ചെറിയ യാ, ചെറിയ അലിഫിനെ നമ്മള് എങ്ങനെയാണ്? വലിയ മദ്ദിന്റെ അക്ഷരമായ അലിഫ് വാവ് യാ ഇനെ നീട്ടുന്നത് പോലെയാണ് ഏത്? അലിഫ് സഗീറ. സഗീറ എന്ന് പറഞ്ഞാൽ ചെറുത്. അതേപോലെ വാവ് സഗീറ ചെറിയ വാവ്, യാ സഗീറ ചെറിയ യാ ഇനെ നമ്മൾ നീട്ടേണ്ടെന്ന് പഠിച്ചു. രണ്ടാമത് പഠിച്ചത് ചെറിയ യായിലും ചെറിയ വാവിലും നമ്മൾ നിർത്തുകയാണെങ്കിൽ ആ രണ്ട് അക്ഷരത്തെ നമ്മൾ ഉച്ചരിക്കാതെ തൊട്ട് മുമ്പുള്ള അക്ഷരമായ അക്ഷരത്തിന് സുക്കൂൻ ചെയ്ത് നിർത്തണമെന്ന് നമ്മൾ പഠിച്ചു. ഇനിയുള്ളത് ചെറിയ അലിഫിനെ പറ്റിയുള്ള ഒരു ചർച്ചയാണ്. വാവ്, യാ എന്നീ അക്ഷരങ്ങളുടെ മുകളിൽ, അഥവാ വാവ് യാ, ഇവിടെ ചെറിയ യാ അല്ല, ചെറിയ വാവു അല്ല, സാധാരണ വാവും യാവും എന്നീ അക്ഷരങ്ങളുടെ മുകളിൽ ചെറിയ അലിഫ് എഴുതിയിട്ടുണ്ടാവും. ഖുർആനിൽ ചില വാക്കുകളൊക്കെ വരുമ്പോൾ അതിൽ വാവിന് മുകളിലായിട്ട് എന്ത് ചെയ്യും? അലിഫ് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ യാഇന്റെ മുകളിലായിട്ട് അലിഫ് എഴുതിയിട്ടുണ്ടാവും. ഇങ്ങനെ വരുന്ന ഭാഗങ്ങളിൽ എന്ത് ചെയ്യണം? ആ വാവിനും യാഇനും പകരമായി നമ്മൾ എന്ത് ചെയ്യണം? അതിന് മുകളിൽ വന്ന ചെറിയ അലിഫ് ഉച്ചരിക്കണം. മനസ്സിലായി കാണുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നത്. ഇതില് വന്നത് യുഖീമു സ്വലാത്ത. അസ്വലാത്ത് എന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അസ്വലാത്ത, അവിടെ നമ്മൾ അസ്വലവാത്ത് എന്ന് ഉച്ചരിക്കൂല. അവിടെ എന്താണ്? അസ്വലാത്താണ്. കാരണം ലാമിന് ശേഷം വന്ന വാവ്, ആ വാവിന് മുകളിൽ അലിഫ് വന്നാല് അത് വാവല്ല, അത് അലിഫാണ്. ആ വാവിന് മുകളിൽ ചെറിയൊരു അലിഫ് കാണാൻ പറ്റും അല്ലേ? കാണുന്നുണ്ടാവും അല്ലേ? ആ PDF
ആ അലിഫ് വരികയാണെങ്കിൽ ആ അക്ഷരം വാവല്ല, അത് അലിഫാണ്. എഴുതുമ്പോൾ നമ്മൾ വാവ് എഴുതും, അതിന് മുകളിൽ ചെറിയ അലിഫ് ഇടും. പക്ഷെ ഉച്ചാരണത്തിൽ എന്താണ്? അത് അലിഫിന്റെ ഉച്ചാരണമാണ്. അസ്സലാത്ത വയുഖീമുസ്സലാത്ത വയുത്തു അസ്സകവാത്ത അല്ല, അവിടെ അസ്സകാത്ത അസ്സകാത്ത. പക്ഷെ അസ്സകാത്തും അസ്സലാത്തും എഴുതേണ്ടത് ഈ രൂപത്തിലാണ്. അതെല്ലാം സക്കാത്ത് എഴുതുന്നത് കാഫിനേശ അലിഫ് വരുന്നത് കൊണ്ട്, സ്വലാത്ത് എഴുതുന്നത് ലാമിനേശ അലിഫ് വരുന്നത് കൊണ്ട്. പക്ഷെ ഈ രൂപത്തിൽ എന്ത് ചെയ്യും? സ്വലാത്ത് എന്നും സക്കാത്ത് എന്നും എഴുതും. പക്ഷെ അവിടെ വാവിന് മുകളിൽ അലിഫ് വന്നത് കൊണ്ട് എന്താണ്? അവിടെ വാവല്ല, ചെറിയ അലിഫ് വന്നത് കൊണ്ട് അത് അലിഫായിട്ടാണ് നമ്മൾ വായിക്കേണ്ടത്. ഇൻഷാല്ലാ ഹാഫിസൊക്കെ എന്താ ചോദിച്ചിരുന്നു? ഇത് എല്ലാ മുസ്തഫകളിലും ഇതേ തന്നെയാണ് ഉണ്ടാവുക? എല്ലാ പുസ്തകവും അല്ല, ഇത് എല്ലാ മുസ്തഫിൽ റസ്മുൽ ഉസ്മാനിയിൽ ഇങ്ങനെയായിരിക്കും. ഖുർആന്റെ നമ്മള് മദീന ഖുർആനിൽ നോക്കുകയാണെങ്കിൽ ഇതേ പ്രിന്റിംഗ് ആയിരിക്കും, ഇതേ ഒരു ആയിരിക്കും. ഇപ്പോ സൂറത്തുൽ ബഖറ നമ്മൾ എടുത്തു നോക്കിയാൽ സൂറത്തുൽ ബഖറയിൽ മൂന്നാമത്തെ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത, അവിടെ അസ്സലാത്ത് എന്ന വാക്ക് എഴുതിയിരിക്കുകയാണ്. ലാമിന് ശേഷം വാവ് വന്നു, ആ വാവിന് മുകളിലായിട്ട് നമ്മളിപ്പോ പഠിച്ചാണ് രൂപത്തിലുള്ള അലിഫ് വന്നു, ചെറിയ അലിഫ് വന്നു. അപ്പൊ നമ്മൾ ആ വാവ് അല്ല അവിടെ ഉച്ചരിക്കുക, വാവായിട്ടല്ല ഉച്ചരിക്കേണ്ടത്. അവിടെ പകരം എന്താണ്? വാവിന് പകരം ആ വാവിന് മുകളിൽ വന്ന അലിഫിനെയാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. അഥവാ ലാമിന് ശേഷം എന്ത് വന്നു? ഫതഹുള്ള ലാമിനെ നീട്ടാൻ അലിഫ് വന്നു, ആ നിയമമാണ്. മദ് വന്നു, അപ്പോ ലാമിനെ അവിടെ നീട്ടുക. അസ്സലാത്ത. പിന്നെന്താണ്? അസ്സകാത്ത്. എന്താണ്? അവിടെ ആ വാവിന് പകരമായിട്ട് എന്ത് വരണം? അലിഫിനെ ഉച്ചരിക്കണം. എങ്ങനെയാണ് അലിഫിനെ ഉച്ചരിക്കേണ്ടത്? ആ അലിഫ് മദ്ദിന്റെ അക്ഷരമാണ്, ദീർഘത്തിന്റെ അക്ഷരമാണ്. ഏതിന്റെ? ഫത്ഹുള്ള കാഫിനെ നീട്ടാൻ വന്ന ദീർഘത്തിന്റെ അക്ഷരം. അപ്പോ നമ്മൾ കാഫിനെ അവിടെ നീട്ടുക. അസ്സകാത്ത അസ്സകാത്ത. ഇതേ രൂപത്തില് സ്വലാത്തും സക്കാത്തും പോലുള്ള ഒരുപാട് വാക്കുകൾ ഖുർആനിൽ ഉണ്ടാകും. അപ്പൊ നമ്മള് നോക്കേണ്ടത് ഇപ്പൊ ഈ വാക്കല്ല, വേറെ വാക്കുകളിൽ. ഇപ്പൊ സൂറത്തു ദുഹ നമ്മൾ നോക്കിയില്ലേ? സൂറത്തു ദുഹയിൽ എന്താണ്? അവസാനത്തെ അക്ഷരമെല്ലാം യാ ആണ്. വദ്ദുഹ. അവിടെ ഹായിന് ശേഷം യാ വന്നു. നമ്മള് സൂറത്തു ദുഹ എടുത്തു നോക്കിയാൽ നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. സൂറത്തു ദുഹ 596 പേജാണ് സൂറത്തു ദുഹ. അതിലെന്തുണ്ട്? വദ്ദുഹ. അവിടെ എന്തുണ്ട്? ഹായിന് ശേഷം ഒരു യാ ആണ് വന്നിട്ടുള്ളത്. പക്ഷെ അത് യാ ആയിട്ടല്ല നമ്മൾ ഉച്ചരിക്കേണ്ടത്. കാരണം യാന് മുകളിൽ എന്ത് വന്നു? ആ ചെറിയ അലിഫ് വന്നത് കൊണ്ട് അലിഫാണത്. അപ്പോ ഹായിനെ നമ്മൾ നീട്ടണം. ഫതഹുള്ള ഹായിനെ നീട്ടാൻ വന്ന മദ്ദിന്റെ അക്ഷരമായ അലിഫാണത്. പക്ഷെ യാന് മുകളിലാണ് അലിഫ് വന്നത്. അങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ യാന് പകരം അലിഫാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. വദ്ദുഹ. അതേപോലെ വല്ലൈലി ഇദാ സജ. സജ എന്ന വാക്കിൽ നോക്കിയാൽ ജീമിന് ശേഷം യാ, ആ യാന് മുകളിലാണ് എന്തെന്ന്? അലിഫ് വന്നത്. അപ്പോ യാന് മുകളിൽ ചെറിയ അലിഫ് വന്നാൽ അത് യാ അല്ല, അത് അലിഫാണ്. അപ്പൊ വാവിനും യാനും മുകളിൽ ചെറിയ അലിഫ് വരികയാണെങ്കിൽ അത് എന്താണ്? യാവോ വാവോ അല്ല, പകരം എന്താണത്? അലിഫായിട്ടാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. ഇത് മനസ്സിലായെന്ന് ഞാനൊന്ന് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതില്? ഒരു സംശയം ഉള്ളത്, ഇത് ഖുർആനിൽ മാത്രമാണോ അങ്ങനെ, അതോ അറബി ഫുസ്ഹ അറബിയിലും അങ്ങനെ തന്നെയാണോ? സക്കാത്തും സ്വലാത്തും ഒക്കെ ഈ രൂപത്തിലാണ്. ഹദീസിലൊക്കെ വരുമ്പോ ഇതേ രൂപത്തിലാണ് എഴുതാറുള്ളത്. മറ്റേ രൂപത്തിൽ എഴുതിയ തെറ്റാണോ? അത് നമ്മള് അല്ല, തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷെ സക്കാത്ത് എഴുതുന്ന ഈ രൂപത്തിലാണ്. മറ്റേ രൂപത്തിലെ സക്കാത്ത് അഥവാ കാഫിനേഷൻ അലിഫാറ്റ് എഴുതുന്ന സക്കാത്ത് കുറവാണ്, എഴുത്തില് അപൂർവമാണ്. പക്ഷെ ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. ഇത് വേറെ ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ? ഇത്രേ ഉള്ളൂ. അഥവാ വാവിന് മുകളിൽ ചെറിയ അലിഫ് വന്നാൽ അലിഫായിട്ട് നമ്മൾ ഉച്ചരിക്കുക. യാന് മുകളിൽ ചെറിയ അലിഫ് വന്നാൽ അലിഫായിട്ട് ഉച്ചരിക്കുക, യാ അല്ല. മനസ്സിലല്ലേ? ഇപ്പൊ ഇനി യാന് മുകളിൽ ചെറിയ അലിഫ് വന്നാലോ അവിടെ യാന് പുള്ളി ഉണ്ടാവൂല. നമ്മൾ നോക്കണം വദ്ദുഹ എന്ന ആയത്തൊക്കെ നോക്കിയാണ് അവിടെ യാന് മുകളിലാണ്. പക്ഷെ യാന് മുകളിലോട്ട് അലിഫ് വന്നെങ്കിൽ യാന് 2 പുള്ളിയൊന്നും ഉണ്ടാവൂല. ആ യാന്റെ ആ ഒരു ഭാഗം മാത്രം ഉണ്ടാവും, പുള്ളി ഉണ്ടാവൂല. അതിന്റെ അർത്ഥം എന്താണ്? അത് യാ അല്ല, മറിച്ച് എന്താണ്?
ആ അലിഫ് ആണ് അവിടെ ഉച്ചരിക്കേണ്ടത്. ഇത് നമുക്ക് വലിയ ഒരു ഇത് എന്താണ് ഡൗട്ട് ഉണ്ടാവൂല, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അഥവാ ഈ ചെറിയ അലിഫ് ഏതൊക്കെ അക്ഷരത്തിന് മുകളിൽ വന്നോ, അഥവാ ഈ വാവനും യാനും മുകളിൽ വരികയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ആ വാവനും യാനും പകരം അലിഫായിട്ട് നമ്മൾ ഉച്ചരിച്ചാൽ മതി. ഇതിൽ സംശയങ്ങളുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയങ്ങൾ ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല, ഇൻഷാ അല്ലാ. അല്ല, അടുത്ത ഭാഗം നമുക്ക് നോക്കാലോ. എല്ലാം എളുപ്പം ഉള്ളതാണ് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് 2-3 ഇതാകുമ്പോൾ നിർത്തായിരുന്നു. ഇത് ഇതിന് സംശയങ്ങളുണ്ടോ ആർക്കെങ്കിലും? ഒന്ന് റിപ്ലൈ തന്നാലേ ഹയറായിരുന്നു. എല്ലാം വിചാരിക്കുന്നുണ്ട് വേറെ. ഇല്ല. റഷീദ് ഖാൻ. ഇല്ല ഇൻഷാ അല്ലാ. ഓക്കെ ഓക്കെ. എന്നാൽ നമുക്ക് ഇൻഷാ അല്ലാ ഖുർആൻ എടുക്കാല്ലേ. ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ആക്കിട്ടെ. നമ്മള് വർക്കായിട്ട് ഇപ്പൊ എഴുതേണ്ടത് ഇതിന്റെ ഇതിലും എഴുതുമ്പോ സ്വലാത്തും സക്കാത്തും അല്ലാത്ത നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിച്ചെഴുതുക. ഇപ്പൊ യാന് മുകളിലൊക്കെ വദ്ദുഹയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. യാന് മുകളിൽ അലിഫ് വരുന്നതിന്റെ ഉദാഹരണം എഴുതാം. ഒരു 5 എഴുതാം. യാന് മുകളിൽ അലിഫ്, ചെറിയ അലിഫ് വരുന്ന ഉദാഹരണം 5 വാക്കുകൾ എഴുതിയാൽ മതി. അതേപോലെയാണ് എന്ത്, വാവിന് മുകളിൽ ചെറിയ അലിഫ് വരുന്ന ഒരു 5 ഉദാഹരണം ഇൻഷാ അല്ലാഹ്. അതിന് മുമ്പുള്ളതിൽ എന്താണ്, വഖഫിന്റെ ഭാഗത്ത് മറ്റേ വാവിലും ചെറിയ യായിലും വഖഫിന്റെ സമയങ്ങളിൽ വരുന്ന ആ ഒരു സന്ദർഭം എന്താക്കുക, അത് എഴുതുക. അത് എഴുതുമ്പോ അവസാനത്തെ ആ വാക്ക് മാത്രം എഴുതി ഏത് സൂറത്താണ് എത്രാമത്തെ ആയത്താന്ന് മാത്രം എഴുതിയാൽ മതി. ഇപ്പൊ അമ്മാമിൻ ഖഫത് മവാസീനുഹു മൊത്തത്തിൽ എഴുതണ്ട. അവിടെ മവാസീനുഹു എന്ന് എഴുതിയിട്ട് അത് ഏത് സൂറത്താണ് എത്രാമത്തെ ആയത്ത് നമ്പരും 3 എഴുതിയാൽ മതി. അത് ഒരു 5 ഉദാഹരണം. നമ്മള് അമ്മ ജുസു തന്നെ നോക്കിയാൽ ഒരുപാട് നമുക്ക് കിട്ടും. പിന്നെ മൂന്നാമത്തെ വർക്ക് എന്നുള്ളത് ഇതേ രൂപത്തിൽ എന്താണ്, ചെറിയ വാവിന്റെയും ചെറിയ യാവിന്റെയും ചെറിയ അലിഫിന്റെയൊക്കെ ഒരു 3 ഉദാഹരണം വെച്ചിട്ട്, ചെറിയ അലിഫിന്റെ ഒരു 3 ഉദാഹരണം, ചെറിയ യാന്റെ 3 ഉദാഹരണം, ചെറിയ വാവിന്റെ 3 ഉദാഹരണം. അത് 3 വാക്കുകൾ 3 വാക്കുകൾ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് എഴുതിയാലും മതി. എളുപ്പമാണ്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്ക് ചെയ്യാത്ത കുറച്ചുപേരുണ്ടാവും. അപ്പൊ അതും കൂടി ഒന്ന് എഴുതിയിട്ടാൽ ഹയറായിരിക്കും ഇൻഷാ അല്ലാഹ്. അത് വാല്യൂ ചെയ്യുന്നില്ലല്ലോ. ഞാന് നേരത്തെ ബുധനാഴ്ച അയച്ചിട്ടുണ്ട്, ഇതുവരെ വാല്യൂ ചെയ്തിട്ടില്ല. തന്നെ ഞാൻ അതിനുശേഷമുള്ളത് ഞാൻ നോക്കിയിട്ടുണ്ടായി, കറക്ഷൻ ചെയ്തിരുന്നു. ഇതില് ശ്രദ്ധയിൽ പെടാത്തതാവും, നോക്കാം ഇൻഷാ അല്ലാഹ്. ഇതിൽ രണ്ടാമത്തെ എക്സാമ്പിൾ എന്തായിരുന്നു പറഞ്ഞത്? ഒന്നാമത് യാവും വാവും എന്നിവയുടെ മൂലം അനുഭവിക്കുന്നത് അവസാനിക്കുന്നതിൽ, അതെ, അത് വഖഫ് ചെയ്യുന്ന സമയത്തുള്ളത് എഴുതിയാൽ മതി. രണ്ടാമത്തതോ? രണ്ടാമത്തതിൽ. ഒന്നാമത്തത് എന്ന് വെച്ചാല് ഇതിന്റെ വാവിന്റെ യാന്റെയും വരുന്ന വാക്കുകൾ എഴുതുക. ചെറിയ വാവും ചെറിയ യാവും ചെറിയ അലിഫൊക്കെ വരുന്ന വാക്കുകൾ മാത്രം എഴുതിയാൽ മതി. അതെ. മറ്റേത് എഴുതുമ്പോ ആയത്തി നമ്പരും എഴുതണം, സൂറത്തും എഴുതിയാൽ മതി. രണ്ടാമത് എന്തായിരുന്നു പറഞ്ഞു സാർ? രണ്ടാമത്തെ പറയുമ്പോ ഈ ചെറിയ യായിലും ചെറിയ വാവിലൊക്കെ വഖഫിന്റെ സമയങ്ങളിലില്ലേ, ആ ഒരു സന്ദർഭം എഴുതിയിട്ട് അഥവാ ആ ഒരു വാക്ക്, അവസാനത്തെ വാക്ക് എഴുതിയിട്ട് അതിന്റെ ആയത്ത് നമ്പരും ഏത് സൂറത്താണെന്ന് മാത്രം എഴുതിയത് 5 എണ്ണം. മൂന്നാമത്തെ നമ്മള് സ്വലാത്ത് സക്കാത്ത് പോലുള്ള വാക്കുകൾ, അഥവാ യാന് മുകളിൽ ചെറിയ അലിഫ് വരുന്ന വാക്കുകൾ എഴുതുക, ഒരു 5 എണ്ണം. വാവിന് മുകളിൽ ചെറിയ അലിഫ് വരുന്ന ഒരു 5 വാക്ക് എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. അല്ല, നമുക്ക് ഖുർആൻ നമുക്ക് തുടങ്ങാല്ലേ. ഖുർആൻ എടുക്കാം അല്ലെ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് സൂറത്ത് വരെ എത്തി? ആർക്കെങ്കിലും അറിയോ കഴിഞ്ഞ ക്ലാസ്സിൽ? ബാക്കിയുള്ളവരൊന്ന് വീഡിയോ ഓൺ ആക്കിയാല്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെ എത്തി, ഏത് സൂറത്ത് എത്തിയെന്നറിയാമോ? സൂറത്തുൽ നാസിയാത്ത്. സൂറത്തുൽ നാസിയാത്ത് 10-15. എനിക്ക് വെച്ചാല് കുറെ ക്ലാസ് ഉള്ളതുകൊണ്ട് എവിടെ എത്തി നമുക്ക് ഇതാവൂല. അതുകൊണ്ടാണ് പറഞ്ഞു ചോദിച്ചത്. നിങ്ങളാവുമ്പോ നിങ്ങൾക്കുള്ള ക്ലാസ് മാത്രമേ ഉണ്ടാവും, വെള്ളിയാഴ്ച മാത്രം. അപ്പൊ ഇന്ന് ആരെങ്കിലും ഒന്ന് കറക്റ്റ് വെച്ചാല് ഹയറായിരിക്കും.
30 ക്രോസ് ചെയ്ത് അവസാനം നിർത്തിയ ആയത്തിന്റെ നമ്പർ പറഞ്ഞാലും മതി. 30 30 ക്രോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ 30 വരെ നമ്മൾ എഴുതിയായിട്ടുണ്ട്. എന്നാലും 31 മുതൽ 35 വരെ ഇൻഷാല്ല നസീർക്ക പാരായണം ചെയ്യും. ഇൻഷാല്ല നിങ്ങൾ യാത്രയിലല്ലേ നിങ്ങൾ പാരായണം ചെയ്താൽ 31 അല്ലേ? ഓക്കെ 31 മുതൽ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أخرج منها ماءها ومرعاها والجبال أرساها متاعا لكم ولأنعامكم. അവിടെ മത്താന്റെ തായിന് എത്ര ഹറക്കത്ത് നീട്ടിരുന്നു? മത്താന്റെ മത്താന്റെ 2-4 അല്ലേ? തായിന മത്താഅല്ലക്കും എന്നതില് തായിന് എത്ര ഹറക്കത്താണ് നമ്മൾ നീട്ടേണ്ടത്? 2. അതെ 2. പക്ഷെ ഇക്ക 2-ൽ കൂടുതൽ നീട്ടി. ചിലപ്പോ അത് അറിയാതെ വന്നതാവും. അവിടെ മത്താഅല്ലക്കും എന്ന് പറയുമ്പോ 2 ഹറക്കത്തിൽ കൂടുതൽ ആവും ദീർഘം. അപ്പൊ അവിടെ ഓതുമ്പോ മതാഅല്ലക്കും. അതെ മതാഅല്ലക്കും വലിഅൻആമിക്കും. അതെ വലിയ അവിടെയും ഉണ്ട് ഐനുണ്ടോ? ഐനിന് ശേഷം ചെറിയ അലിഫ് വരുന്നുണ്ട്. അപ്പൊ അവിടെ 2 ഹറക്കത്ത്. ഇന്ന് പറഞ്ഞ നമ്പരത്. അതെ 34-ാമത്തെ 35 വരെ ഓതാണ് ഇൻഷാല്ലാ. فإذا جاءت الطامة الكبرى. അതെ അവിടെ ജാ എന്നതിൽ എത്ര ഹറക്കത്ത് നമ്മൾ നീട്ടുന്നത്? ജാ 4. 4 അല്ലെങ്കിൽ 5 ഹറക്കത്ത് നമുക്ക് നീട്ടാം. 4. فإذا جاءت الطامة الكبرى. തോം എന്ന വാക്കിലെ തോയിന് എത്ര ഹറക്കത്താണ് നമ്മൾ നീട്ടേണ്ടത്? അതിന് 4. അല്ല അത് 4 അല്ല. അത് 4 അല്ല. 6. അതെ 6. അതെ 6 നീട്ടാനുള്ള കാരണം എന്താണെന്ന് അറിയോ? അതെ മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ഷദ്ദ് വന്നു. അപ്പൊ 6 ഹറക്കത്ത് നമുക്ക് നീട്ടൽ നിർബന്ധമാണ്. ഇവിടെ നിർബന്ധമായിട്ടും 6 ഹറക്കത്ത് നമ്മൾ അവിടെ നീട്ടണം. ഇനി 35-ാമത്തെ ആയത്തൊന്ന്. യൗമ യതസക്കറുൽ ഇൻസാനു മാ സഅ. അതെ അവിടെ ഇൻസാനു നൂനിനെ വ്യക്തമാക്കേണ്ടതുണ്ടോ? ഇല്ല. കാരണം നൂനിനെ അവിടെ സുക്കൂന് അവിടെ എഴുതിയിട്ടില്ല, പ്രിന്റ് ചെയ്തിട്ടില്ല, ഖുറാനിലില്ല, ഫോണ്ടിലില്ല. അപ്പൊ അവിടെ നൂനിനെ സൈലന്റ് ഇൻസാനു. അതെ യൗമ യതസക്കറുൽ ഇൻസാനു. അതെ മാ സഅ. അതെ ഇൻസാൻ അവിടെ ഒന്ന് മണിക്കണം. നമ്മള് അക്ഷരത്തെ മറക്കോടുകൂടി തന്നെ മണിക്കുകയും ചെയ്യണം. അതെ ഓക്കെ ഇൻഷാല്ലാ. എന്നാല് മ്യൂട്ടായിക്കോ. ഇസ്മായിലിക്ക ഇൻഷാല്ലാ 36 മുതൽ 40 വരെ. അവിടെ ഒന്നുകൂടി നായത്ത് നോക്കുക. ഇമം എന്ന് അവിടെ നൂനിനെ എന്താക്കണം? അവിടെ നൂനിനെ സൈലന്റ് ആക്കിയല്ലേ വേണ്ട? അതെ സൈലന്റ് ആക്കി. സൈലന്റ് യായിലേക്ക് മണിക്കണം. അതെ ഇന്നെന്ന് പറയാൻ പറ്റൂല. ലിമൻ എന്ന് പറയില്ല. അതെ അവിടത്തെ നൂനിനും സുക്കൂന് കൊടുത്തിട്ടില്ലല്ലോ. മൻ എന്ന
അതെ വമ്മാമൻ ത്വ وآثار وآثر الحياة الحياة الدنيا അതെ فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى മാഷാ അല്ലാഹ്. ബറക്കല്ലാഹു ഫീക്. അവിടെ നഫ്സിനെ എങ്ങനെ ചെയ്യേണ്ടത്? മിമയ്യറ എന്ന ഭാഗത്തും മാതറ എന്ന ഭാഗത്തും ശ്രദ്ധിക്കുക. അവിടെ മിമയ്യറ എന്ന് പറയുമ്പോൾ നൂനിനെ നമ്മൾ സൈലന്റ് ആക്കുന്നതോടുകൂടി ശേഷമുള്ള യായിലേക്ക് ചേർത്ത് മണിക്കും. മിമയ്യ മയ്യ മൈ ഉണ്ട്. അവിടെ നൂനിനെ ഇന്ന് പറയാൻ പറ്റൂല. ലിമയ്യ എന്നല്ല ലിമയ്യറ. അതേപോലെ 37-ാമത്തെ അവിടെ നമ്മൾ ഒരിക്കലും ഈ ചുണ്ടിനെ എന്താക്കാൻ പറ്റൂല, കൂട്ടാൻ പറ്റൂല. മമ്മെന്ന് പറഞ്ഞ എന്താവും, അവിടെ മീമെന്ന അക്ഷരം പുതുതായിട്ട് നമ്മൾ കൊണ്ടുവരും. മീമെന്ന അക്ഷരത്തെ അഡീഷണൽ ആയിട്ട് നമ്മൾ വായിക്കും. അപ്പോ അവിടെ സൈലന്റ് ആക്കുമ്പോൾ, സുക്കൂണുള്ള നൂനിനെ നമ്മൾ സൈലന്റ് ആക്കുമ്പോൾ ഒരിക്കലും നമ്മളെ ചുണ്ട് പൂട്ടുന്ന ഒരവസ്ഥ, ചുണ്ട് അടയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാൻ പറ്റില്ല. അവിടെ ചുണ്ട് ഓപ്പൺ ആക്കുക, ഓപ്പൺ ആയി നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ മാന്ന് 2 ഹറക്കത്താണ് ദൈർഘ്യം മറച്ചു മണിക്കുന്നതിന്റെ. ഈ ഒരു സമയത്ത് നമ്മൾ എന്താക്കുക, അടുത്ത അക്ഷരം ഏതാണോ ആ അക്ഷരത്തിലേക്ക് നമ്മുടെ നാവിനെ കൊണ്ടുപോകുക. അപ്പൊ അടുത്ത അക്ഷരം തോയാണ്. അപ്പൊ ഞാൻ മാന്ന് മണിക്കുന്നതോടുകൂടി അടുത്ത അക്ഷരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നാവിനെ കൊണ്ടുപോവുക. മനസ്സിലായില്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. ബറക്കല്ലാഹു ഫീക്. ഇനി 41 മുതൽ 45 വരെ ഷറഫ് ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم فإن الجنة هي المأوى يسألونك عن الساعة أيان مرساها فيما أنت من അവിടെ ذكراها ഫീമിനെ നമ്മൾ മദ്ദ് ചെയ്യുക, നീട്ട് വെക്കുക. ഫീമ, فيما അതെ ഫീമ فيما أنت من ذكراها إلى إلى ربك ربك منتهاها إنما أنت منذر من يخشاها മൂന്തിറു എന്ന ഭാഗത്ത് പറയുമ്പോ മുന്തിറു എന്ന് പറഞ്ഞു പോലല്ല, അവിടെ മറച്ച് മണിക്കാൻ വേണം. അക്ഷരത്തെ മറക്കല് മാത്രമല്ല. സുക്കൂണ ന്യൂനിനെ കാക്ക ഓതിയപ്പോ മറച്ചിട്ടുണ്ട്, അവിടെ സൈലന്റ് ആക്കി. പക്ഷെ എന്താക്കിയില്ല, മണിച്ചിട്ടില്ല. മൂതിറു അവിടെ എന്ത് ചെയ്യണം, സുക്കൂണ ന്യൂനിനെ منذر അതെ മണി. منذر من يخشاها 35 വരെ. ഓക്കെ, كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها നമുക്ക് ഇത്രയും വലിയ തുതുമ ശ്വാസം കിട്ടിയില്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ലം യൽബസു എന്ന ഭാഗത്ത് സ്റ്റോപ്പ് ചെയ്യാം, പ്രശ്നമില്ല. كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها. അപ്പോ അവിടെ നമുക്ക് ശ്വാസം കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിന്റെ പകുതിയിൽ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും പുറകിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, എടുത്തോതി ആയത്ത് പൂർത്തീകരിക്കുക ഇൻഷാ അല്ലാഹ്. എൽബസൂല് 2, 4, 6 അല്ലേ? അല്ല, എൽബസൂല് 4 അല്ലെങ്കിൽ 5 ഹറക്കത്തെ നമുക്ക് നീട്ടാൻ. 6 പറ്റൂല. 6 നീട്ടണമെങ്കിൽ മദ്ദിന്റെ അഥവാ ദീർഘത്തിന്റെ അക്ഷരത്തിന് ശേഷം എന്ത് വരണം, എന്നാലും നമുക്ക് അടുത്ത സൂറത്തില്ലേ വേറെ 2-3 വായിക്കാനുണ്ട്. ഇതിന് തൊട്ട് മുന്നേ ഇന്നമാന്റെ മുന്തിരം എന്ന് പറഞ്ഞാൽ ഇന്നമാന്റെ അതുപോലെ തന്നെ അവിടെ 4 അല്ലെങ്കിൽ 5 ഹറക്കത്തെ പറ്റൂ. ഇന്നലോ ഇന്ന മണിക്കുന്നതല്ലേ, ഇന്ന. അതെ, അവിടെ 2 ഹറക്കത്ത്. ഇന്ന മണിക്കുന്നത് എപ്പോഴും 2 ഹറക്കത്തിലാണ് മണിക്കുക. അതെ, മണിക്കുന്ന അളവ് 2. ഇനി ഓതേണ്ടത് സാംസങ്, അത് ആരാണെന്ന് അറിയില്ല.
പേര് ടൈപ്പ് ചെയ്തിട്ടില്ല. ഒന്ന് ഇൻഷാല്ല സൂറത്തു അബസ തുടക്കം 1 മുതൽ 6 വരെ ഇൻഷാല്ല. സാംസങ് അങ്ങനെ ടൈപ്പ് ചെയ്തിരിക്കുന്ന ബാക്കിയുള്ളവർ റഷീദ് ഓതിയിരുന്നോ? ഇല്ല. ഇക്ക ഇൻഷാല്ല ഒന്ന് വീഡിയോ ഓൺ ആക്കിയാല് ക്ലിയർ ആയിരിക്കും. ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عبس وتولى أن جاءهم الأعمى وما يدريك أن അവിടെ അഞ്ച അഹുമുല് എന്ന് പറയുമ്പോ മീമ് അവിടെ ഉണ്ടോ? മീമില്ല. അപ്പോ നമുക്ക് മീമിനെ ഉച്ചരിക്കാനേ പറ്റൂലല്ലോ. ഇല്ല മീമി ഞാൻ ഉച്ചരിച്ചാ ഓതിയത് അഹുമുൽ എന്ന് ഓതി. അഹുമുൽ. ശരി. അങ്ങനെ ഓതി തെറ്റാണ്. മീമില്ല. അതെ. وما يدريك لعله يزكى أو يذكر فتنفعه الذكرى أما من استغنى فأنت له تصدى وما عليك ألا يزكى. മതി. പിന്നെ കാക്ക ഓതുമ്പോ വായ തുറന്നു ഓതാണ് കേട്ടോ ഇൻഷാല്ലാ. ഞങ്ങള് ഉച്ചാരണം കറക്റ്റ് ആവണമെങ്കിൽ വായ തുറന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യാ ഉച്ചരിച്ച് ഓതുക. പിന്നെ ഒന്ന് സാവകാശം ഓതിയാല് കുറച്ചും കൂടി നമുക്ക് തെറ്റുകൾ കുറഞ്ഞു നിൽക്കും. നമ്മള് ചിലപ്പോ അക്ഷരങ്ങളൊക്കെ മാറും. ഇപ്പൊ 5 അഹുമുൽ ഓതിയപ്പോ ചിലപ്പോ എനിക്ക് തോന്നുന്ന സ്പീഡിൽ ഓതാവാം, അവിടെ ഒരു അക്ഷരം എക്സ്ട്രാ ആയിട്ട് വന്നതാവാം. അപ്പൊ ഖുറാനിപ്പോ ഓതി തുടങ്ങിയതിലേക്കുള്ളൂ പഠിക്കുമ്പോ. അപ്പൊ കുറച്ചും കൂടി വ്യക്തമാകാൻ വേണ്ടി സാവകാശം അക്ഷരത്തെ വ്യക്തമാക്കി വായ തുറന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഖുർആന്. പിന്നീട് നമ്മളത് പ്രാക്ടീസ് ആയി വരുമ്പോ നമുക്ക് പിന്നീട് സ്പീഡിന് ഓതിയാലും ഉണ്ടാവില്ല. അപ്പൊ തുടക്കം തന്നെ സ്പീഡിന് ഓതിയാല് അക്ഷരങ്ങൾ വ്യക്തമാവത്തുമില്ല, ഒരുപാട് തെറ്റ് വരും. വേറെ ആരെങ്കിലും പെൻഡിങ് ഉണ്ടോ ഓതാന്? ഞാൻ ഓടിച്ചില്ല ഹാഫിസ്. ഓക്കെ. കാക്ക ഓതേണ്ടത് 8 മുതൽ 14 വരെ. 8ാമത്തെ ആയത്ത് മുതൽ 14 വരെ. أعوذ بالله من الشيطان الرجيم. وأما من جاءك يسعى وهو يخشى فأنت عنه تلهى كلا إنها تذكرة فمن شاء ذكره في صحف എന്താ പറഞ്ഞോ? അവിടെ ആയത്ത് ഒന്നുകൂടി في صحف مكرمة مرفوعة مطهرة. അവിടെ ഹായല്ല, ഹായാണ്. مطهرة. അതെ. مرفوعة مطهرة. അവിടെ നമുക്ക് നീട്ടാൻ പറ്റില്ല. റോയിന മുത്തഹറ നീട്ടാൻ പറ്റൂല. കാരണം എന്താണ്? അവസാനത്തെ അക്ഷരം വട്ടത്തിലുള്ള അല്ല, താഉൽ മർബൂത്തയല്ലേ. അവസാനത്തെ അക്ഷരം താഉൽ മർബൂത്തയില് നമ്മള് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതെ, അവിടെയും താഉൽ മർബൂത്തിയാണ്. അതെ. ഓക്കെ, മാഷാഅല്ലാ. 16 വരെ. ഓക്കെ, ബറക്കല്ലാഹു ഫീക്. അപ്പോ ഇതില് 2-3 ആയത്തൊക്കെ അവസാനിക്കുന്നത് എങ്ങനെയാണ്?
താ ഉൽ മർബൂത്തിയിലാണല്ലോ, ആ ഒരു വട്ടത്തിലുള്ള കെട്ടുള്ള തായിലാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ 2-3 ക്ലാസ്സുകൾക്ക് മുമ്പ് പഠിച്ചത് അങ്ങനെയുള്ള തായിൽ അവസാനിക്കുകയാണെങ്കിൽ നമ്മൾ വഖഫ് ചെയ്യുന്ന നേരത്തെ എന്ത് ചെയ്യണം, ആ തായിനെ സുക്കൂനായ ഹ ആക്കി നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി ഉച്ചരിക്കണം. അപ്പൊ സുക്കൂനായ അവിടെ ഫീ സുഹൂഫിൻ മുകറമത്തിൻ താ ഉൽ മർബൂത്തിയാണ്. അപ്പൊ അവിടെ വഖഫ് ചെയ്യുമ്പോ സുക്കൂനായ ഹ മുകറമ. അപ്പൊ മുകറമ മീമിനെ നീട്ടാനും പറ്റൂല. അവിടെ സുക്കൂനായ ഹ ആക്കി ഉച്ചരിക്കുമ്പോ മീമിനെ നീട്ടാൻ പാടില്ല. മുകറമ മർഫൂഅത്തിൻ മുതഹറ ബിഐദി സഫറ കിറാമിൻ ബററ. ഇനി അതുപോലെ തന്നെ നമ്മള് 12ാമത്തെ ആയത്ത് നോക്കി, ഫമൻ ശാഅ ദക്കറഹു ഇന്ന് പഠിച്ച അതേ നിയമമാണ്. നോക്കിയാണ് ഫമൻ ശാഅ ദക്കറഹു 12ാമത്തെ ആയത്ത്. അവിടെ ഹായിന് ശേഷം എന്തു വന്നു, ചെറിയ വാവ് വന്നു. കാണുന്നുണ്ടോ ആയത്ത് 16ാമത്തെ 12ാമത്തെ ആയത്ത്? ഫമൻ ശാഅ ദക്കറഹു എന്ന ആയത്ത്, ദക്കറഹു എന്ന വാക്ക് അവിടെ സ്റ്റോപ്പ് ചെറിയ ചെയ്യും. ഭാഗമുണ്ട് അതിന് ശേഷം. അതെ, സ്റ്റോപ്പ് ചെയ്യുമ്പോ ആ വാവ് മാറി ഹായിന് സുക്കൂൻ കൊടുക്കണം. വാവിനെ ഉച്ചരിക്കാതെ ഹായിന് സുക്കൂൻ ചെയ്യും. പക്ഷേ 13ാമത്തെ ആയത്തിലേക്ക് ചേർത്തൊതുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ വാവിനെ നമ്മൾ ഉച്ചാരണത്തിൽ കൊണ്ടുവരും. അവിടെ വഖഫ് ചെയ്യണമെങ്കിൽ എന്താ പറഞ്ഞു ഉസ്താദേ? ഫമൻ ശാഅ ദക്കറ. അതെ, ദക്കറ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ അഥവാ നിർത്തുകയാണെങ്കിൽ അവിടെയുള്ള ചെറിയ വാവിനെ നമ്മൾ സൈലന്റ് ആക്കുകയും അഥവാ ഉച്ചാരണത്തിൽ കൊണ്ടുവരാതിരിക്കും. അതിന് മുമ്പ് എന്നിട്ട് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം? അതെ, അപ്പോ അവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോ ആയിനെന്ത് ചെയ്യുന്നു? അപ്പൊ താമർബൂത്തക്ക് കൊടുക്കുന്ന അവസ്ഥാനത്തെ ഹാ പോലെ ആക്കണം. അതെ, താവുൽ മർബൂത്തേക്ക് നമ്മൾ കൊടുക്കുന്ന അവസാനത്തെ ഹ ഈ ദക്കറഹുവിന്റെ ഹായാണ് നമ്മൾ കൊടുക്കുന്നത്. അതേ സെയിം ഹായാണ്. ഈ താവുൽ മർബൂത്ത അത് നമ്മൾ മാറ്റിയിട്ടാണ് ഈ ഹ കൊടുക്കുന്നത്. അവിടെ ഹായല്ല കൊടുക്കേണ്ടത്, ഹായാണ് താഴെ വരുന്നത്. ഓക്കെ, ഇൻഷാല്ലാ. ഈ വേറെ ആരും ഓതാനില്ലല്ലോ, ബാക്കി എല്ലാരും മുഹമ്മദ് എന്നുള്ള ഹാ അല്ലേ കൊടുക്കേണ്ടത്? അല്ലല്ല, മുഹമ്മദില് ഹായാണ്, അത് ഹായല്ല. മുഹമ്മദില് ഹായാണ്. അലിഫ് ബാത്ത ജീം ഹ, ആ ഹായാണ്. പക്ഷെ അതല്ല ഇവിടെ കൊടുക്കേണ്ടത്. അടിയിലുള്ള ഹായാണ്, മറ്റേ നമ്മളെ ഹംസ തുടങ്ങുന്നതിന്റെ അവിടെ ഉള്ള ഹായാണ്. അതെ, ഹംസ തുടങ്ങുന്ന ഭാഗത്ത് ഉത്ഭവിക്കുന്ന ഹായാണ് കൊടുക്കുന്നത്. അഥവാ ദക്കറഹു എന്ന ഹായാണ്. ദക്കറഹുലെ ഹായ. അതെ, അൽ ഖാരിയ. അവിടെ ഹംസയിലെ ഐനാണ് അൽ ഖാരിയ. അതെ, ബാക്കിയുണ്ട്. ഓക്കെ, തീർക്കാൻ ഇൻഷാല്ലാ. ഇപ്പോ 17 മുതൽ 23 വരെ ഇൻഷാല്ലാ. أعوذ بالله من الشيطان الرجيم قتل الإنسان ما أكفره. അവിടെ കാക്ക ഓതിയപ്പോ അവിടെ ന്യൂനെ വ്യക്തമാക്കുന്നതോട് എനിക്ക് തോന്നുന്നുണ്ട്, അഥവാ ഇന്നെന്ന് പറയുന്നത് പോലെ തോന്നുന്നുണ്ട്. പല്ല് കൂട്ടി തട്ടാൻ പറ്റില്ല, വായ ഓപ്പൺ ആയിരിക്കാം. നാക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ന്യൂനിന്റെ സ്ഥലത്ത് നമ്മൾ തട്ടാൻ പാടില്ല. قتل الإنسان ما أكفره من أي شيء خلقه من نطفة خلقه فقدره ثم السبيل يسره ثم أماته فأقبره ثم إذا شاء أنشره. അവിടെ അൻഷറല്ല, أنشره كلا لما يقضي ما أمره. അത് 2-3 തെറ്റണം, ഒന്നുകൂടി ഒന്ന് ഓതിന. كلا لما يقضي ما أمره
അപ്പോൾ ഒന്നാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കെല്ലാന്ന് നീട്ടുമ്പോ 2 ഹറക്കത്തെ നീട്ടാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റോപ്പ് ആക്കാൻ പറ്റില്ല. കെല്ല ലമ്മ അതിവിടെ ഒരു സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. കാരണം സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് വഖഫിന്റെ അടയാളങ്ങൾ വരണം. ഒന്നാമത്തെ കാര്യം. അപ്പൊ അവിടെ ഓതുമ്പോ കെല്ല ലമ്മ കെല്ല അങ്ങനെ ചേർത്ത് ഓതണം അവിടെ. كلا لما يقض ما أمره. ബാറക്കല്ലാഹു ഫീക്കും. 23 വേറെ തെറ്റൊന്നുമില്ല. ബാറക്കല്ലാഹു ഫീക്കും നല്ല രൂപത്തിൽ ഓതി. ഇത് ഇങ്ങനത്തെ ഒരു ഭാഗം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആശറ എന്ന ഭാഗത്തിൽ സുക്കൂണ നൂനിനെ അവ്യക്തമാക്കുമ്പോൾ നൂനിന്റെ ആ ഒരു മഖ്റജിന്റെ സ്ഥാനത്ത് നമ്മളെ നാവ് ടച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നൂനിനെ വ്യക്തമാക്കിയെന്ന്. ആ സമയത്ത് നാക്ക് എവിടെയും തട്ടാതെ നിൽക്കണം. ആ 2 ഹറക്കത്ത് ദൈർഘ്യത്തിൽ. പിന്നീട് എന്താണ് ഷീനിലേക്ക് നമ്മുടെ നാവിനെ കൊണ്ടുപോവുക. അതെ. വേറെ ആരും ഓതാനില്ലല്ലോ ബാക്കി? ഹാഫിസുണ്ടോ? ഓക്കെ എന്നാലും അപ്പോ 23 വരെയാണ്. അടുത്ത ക്ലാസ് മുതൽ സൂറത്ത് അബസിൽ 24 മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ വർക്കുകൾ ചെയ്ത് അയച്ചാൽ ഹൈറായിരിക്കും. ഞാൻ പെൻഡിങ് ആയിട്ട് നോക്കാനുള്ളവരെ ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ അത് കറക്ഷൻ ചെയ്ത് ഇൻഷാ അല്ലാഹ് ഇടാം. ബാറക്കല്ലാഹു ഫീക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته. جزاكم الله خيرا. وإياكم. يا أستاذ.